തിരുവനന്തപുരം കുറ്റിച്ചൽ പാങ്കാവിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു വയോധികന് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയുമായിട്ടാണ് അലക്സ് വരുന്നത്. 72-കാരനാണ് അദ്ദേഹം. ചെല്ലപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അലക്സ് റാം മുഹമ്മദ് വീണ്ടും വരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അലക്സ്, പറയും. എസ്കേൻ, ഇന്ന് പുലർച്ചെ 5:45 ഈ അപകടം. തിരുവനന്തപുരം കുറ്റിച്ചൽ പാങ്കാവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്, ഈ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുന്നത്. ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് 72-കാരനായ ചെല്ലപ്പൻ. ഇദ്ദേഹം പതിവ് പോലെ റബ്ബർ ടാപ്പിങ്ങിനായി വീടിൻ്റെ പുറകുവശത്തെ പറമ്പിലേക്ക് ഇറങ്ങുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തെ തുടർന്ന് അതിഗുരുതരമായി ചെല്ലപ്പന് പരിക്കേറ്റു. ചെല്ലപ്പനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടുപ്പിൽ, അതായത് വാരിയല് പൊട്ടിയിട്ടുണ്ട്, ഇടുപ്പിൽ പൊട്ടലുണ്ട്, ഒപ്പം കാല് രണ്ടായി ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടെന്നാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയ ഒരു നാട്ടുകാരുമൊക്കെ വ്യക്തമാക്കുന്നത്. ആ പ്രദേശത്ത് നേരത്തെ രൂക്ഷമായ വന്യജീവി ശല്യമുള്ള ഒരു മേഖലയാണ്, ജനവാസ മേഖലയാണ് ഈ പാങ്കാവ് ശംഭുതാങ്ങി എന്ന് പറയുന്ന പ്രദേശം. ആ ശംഭുതാങ്ങിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്, ഈ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ കാട്ടുപന്നികളുടെയും കാട്ടുപോത്തിൻ്റെയും ആക്രമണം നിരന്തരമാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഒപ്പം ഈ കൃഷി നശിപ്പിക്കുന്നതിന് വേണ്ടി വന്യജീവികൾ ഇറങ്ങുന്നതും ആ മേഖലയിൽ കൂടുതലായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നതായും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ചെല്ലപ്പനാണ് ഇപ്പോൾ ഇന്ന് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങവേ ഈ പരിക്കേറ്റിട്ടുള്ളത്, കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് നേരെ വന്യജീവികളുടെ ആക്രമണം ആ മേഖലയിൽ പതിവുള്ളതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്താണെങ്കിലും അതിഗുരുതരമാണ് ചെല്ലപ്പൻ്റെ ആരോഗ്യസ്ഥിതി എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് വാരിയല് പൊട്ടിയിട്ടുണ്ട്, ഇടുപ്പല് പൊട്ടിയിട്ടുണ്ട്, കാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലുമാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.